ഖുർആനിന്റെ ആളുകളിൽ തന്നെ ഒന്നാമത്തെ വിഭാഗം ധിക്കാരികളാണല്ലോ, രണ്ടാമത്തെ വിഭാഗം മിഡിൽ ലെവലിലുള്ളവരാണല്ലോ, മൂന്നാമത്തെ വിഭാഗമല്ലേ സാബിഖും ബിൽ ഖൈറാത്ത് നന്മകളിൽ മുന്നേറിയവരുള്ളൂ, അവര് മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന് നിങ്ങൾ ധരിച്ചുവെങ്കിൽ തെറ്റാണ് പ്രിയപ്പെട്ടവര്. നമ്മുടെ പടച്ചതമ്പുരാന്റെ കരുണ നിങ്ങൾക്കറിയണോ? നമ്മുടെ പടച്ചവന്റെ സ്നേഹം നിങ്ങൾക്കറിയണോ? ഒരു കഴുകന്മാർക്കും ഇട്ടെറിഞ്ഞു കൊടുക്കാത്ത, ഒരു ക്രൂരന്മാർക്കും വലിച്ചെറിഞ്ഞു കൊടുക്കാതെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എത്രത്തോളം നമ്മുടെ സുരക്ഷാ വലയത്തിനകത്ത് നമ്മളെ കൊണ്ടു നടക്കുമെന്നറിയോ? ആർക്കും വലിച്ചെറിഞ്ഞു കൊടുക്കാറ്, ആർക്കും ചവച്ചു തുപ്പാനിട്ട് കൊടുക്കാറ്, ആർക്കും കേറിയിരുന്ന് മാരകമായി മുറിവേൽപ്പിക്കാനിട്ട് കൊടുക്കാറ്. അല്ലാഹു നമുക്ക് തരുന്ന തണൽ എത്രയാണെന്നറിയോ? അല്ലാഹു നമുക്ക് തരുന്ന സംരക്ഷണം എത്രയാണെന്നറിയോ? ഒരു ഉമ്മ തന്റെ മകളോട്, ഒരു ഉമ്മ തന്റെ മകനോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ, താല്പര്യത്തിന്റെ, കരുതലിന്റെ, ജാഗ്രതയുടെ ഒരു 100 ഇരട്ടിയാണ് തന്റെ പ്രിയപ്പെട്ട അടിമയോട് അല്ലാഹുവിനുള്ളതെന്ന് പഠിപ്പിച്ചതാരാ? ഇന്നേ വരെ കളവ് പറയാത്ത മദീനയുടെ രാജാവേ, നമ്മുടെ ഖൽബിന്റെ ജേതാവേ നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ സുന്നികളല്ലേ, നമ്മൾ പ്രവാചക പ്രേമികളല്ലേ, ആശിഖീങ്ങളല്ലേ, മുഹബ്ബീങ്ങളല്ലേ? അറബിക്കടലിന്റെ തിരമാലകളെക്കാൾ ഉച്ചത്തിലാകണ സ്വലാത്ത്. സ്വലാത്തില്ലാതെ നമുക്ക് സ്വർഗമില്ല, സ്വലാത്തില്ലാതെ നമുക്ക് രക്ഷയില്ല, സ്വലാത്തില്ലാതെ നമുക്ക് വിജയമില്ല, സ്വലാത്തില്ലാതെ നമുക്ക് ജീവനില്ല, ജീവിതമില്ല, ശ്വാസമില്ല, നിശ്വാസമില്ല. സ്വലാത്തില്ലാതെ നമുക്ക് അനക്കമില്ല, സ്വലാത്തില്ലാതെ നമുക്ക് അടക്കമില്ല. അതുകൊണ്ട് സ്വലാത്തിനൊരു കുറവും വരുത്തരുത്. ഈ കടലിലേക്ക് പോയി പങ്കായം പിടിച്ച് തഴമ്പിച്ച കരങ്ങളുള്ള താനൂരിലെ, തിരൂരിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മത്സ്യം നിങ്ങൾക്ക് കുറവാണോ? നിങ്ങൾക്ക് ഏത് സമയത്താണ് കടൽ വിഭവങ്ങളുടെ കമ്മി നിങ്ങൾ അനുഭവപ്പെടുന്നത്? സ്വലാത്ത് വർദ്ധിപ്പിച്ചോ, അല്ലാഹു നിങ്ങൾക്കത് തരും, സംശയമില്ല. കടത്തിന്റെ മേൽ കടമായി കഷ്ടപ്പെടുന്നവരാരാണോ അവരും മുടങ്ങാതെ ചൊല്ലിക്കോ പ്രവാചകന്റെ പേരിലുള്ള സ്വലാത്ത്. ആ സ്വലാത്താ നമ്മുടെ ലഹരി, ആ സ്വലാത്താ നമ്മുടെ സർവ്വതും, ആ സ്വലാത്താ നമ്മുടെ സുഖം, ആ സ്വലാത്താ നമ്മുടെ ആശ്വാസം, ആ സ്വലാത്താ നമ്മുടെ ആശ്വാസം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വലാത്തിന് കുറവ് വരുത്തണ്ട. അവിടെ നിന്ന് പഠിപ്പിക്കുന്ന വാക്കെന്തെന്നറിയോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അറിയുമല്ലോ, പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുയായിയായ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയായ, ലോകം ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിന്റെ മഹാനായ മഹാത്മജി പോലും ഇന്ത്യ രാജ്യത്ത് ഭരണം വേണമെങ്കിൽ ഉമറിന്റെ ഭരണമാണ് വേണ്ടതെന്ന് പറയത്തക്ക വണ്ണം അറേബ്യയുടെ ഭരണാധികാരിയായി, ഖലീഫയായി അവരോധിക്കപ്പെട്ട് ലോകം മുഴുവനും നീതി എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്ത ഖത്താബിന്റെ ഹംദമയുടെ പൊന്നുമോൻ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ നിന്ന് ഖുത്ബ ഓതുമ്പോൾ ഈ ആയത്ത് ഓതുകയാ: ഔറസ്നൽ കിതാബല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി വമിൻഹും മുഖ്തസിദ് വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്. ഈ ആയത്ത് ഓതിയിട്ട് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞ വാക്കെന്തെന്നറിയോ? തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാ, ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വാക്കാ നമുക്ക് ആശ്വാസം തോന്നുന്നത്, ആ വാക്കുകളാ നമുക്ക് സമാധാനം നൽകുന്നത്. ഉമർ തങ്ങൾ പറയുകയാണ്: സാബിഖുനാ സാബിഖൂ, നന്മയിൽ മുന്നേറിയവർ സ്വർഗത്തിലും മുന്നേറിയവരാ. അവരാണ് പടച്ചതമ്പുരാന്റെ സ്വർഗത്തിലും ആദ്യം പോകുന്നത്. കൈകൊണ്ട് തൊട്ടാ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാഥം കൊണ്ട് മുഖരിതമായ സുഖലോലുപ സ്വർഗ, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത നയനാനന്ദകരവും, ഒരു കാതും കേട്ടിട്ടില്ലാത്ത കരുണാനന്ദകരവും, ഒരു ഹൃദയത്തിൽ ഇന്നേ വരെ ഉദിക്കാത്ത ഹൃദ്യമായ സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിന്റെ സുന്ദരമായ പറുദീസയുടെ ഉള്ളറകളിലേക്ക് കടന്നു പോകുന്നവര് ഇവിടെ നന്മയിൽ മുന്നേറിയവര് തന്നെയാണെന്ന് ഉമർ തങ്ങൾ പറഞ്ഞപ്പോൾ രണ്ടാമത്തെ വിഭാഗത്തെ എണ്ണിയിട്ട് ഉമർ തങ്ങൾ പറയുകയാണ്: മുഖ്തസിദുനാ നാജി, മുൻകടന്നു പോയവരുടെ പിന്നിൽ രക്ഷപ്പെട്ട ഒരു വിഭാഗമുണ്ട്. അവര് മിഡിൽ ലെവലിലുള്ളവരാ, അവര് മധ്യനിലപാട് സ്വീകരിച്ചവരാ. എന്നാൽ മൂന്നാമതൊരു വിഭാഗമുണ്ടല്ലോ, നമ്മുടെ ഖുർആനിന്റെ അനന്തരാവകാശികള്, പാപികളായ തെമ്മാടികളായ താന്തോണികളായ ആളുകൾ
ആളുകളുണ്ടല്ലോ, അവരെ അല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിയൂല. അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുന്നതാ, അവർക്ക് അല്ലാഹു മാപ്പ് കൊടുക്കുന്നതാ. ഈ ഒരു വാക്കാണ് സഹോദരങ്ങളെ ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. നമുക്കെപ്പോഴും പോസിറ്റീവ് എനർജി കിട്ടുന്നത് ഈ ഒരു വാക്കാ. അതുകൊണ്ട് ആരും നശിച്ചു പോയി എന്ന് ചിന്തിക്കണ്ട. ഈ കടപ്പുറത്തിരുന്ന് ചീട്ട് കളിക്കുന്നവനെ എഴുതിത്തള്ളണ്ട. കള്ളുകുപ്പിയുമായിട്ട് കടപ്പുറത്ത് വന്നിട്ട് കള്ളുകുപ്പി പൊട്ടിച്ചിട്ട് കള്ളു കുടിച്ചിട്ട് പേപ്പട്ടികളെ പോലെ കിടക്കുന്ന ആളുകള്, എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിൽ നിന്നവര് പുറത്താണ്. ഇവര് കൊള്ളാത്തവന്മാരാണ്, സമൂഹത്തിൽ വെറുക്കപ്പെടേണ്ടവരാണെന്ന് പറഞ്ഞ് പടിയടച്ച് പിണ്ടം വെക്കണ്ട. ഒരു വേള ഇരുന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്താ കാരുണ്യത്തിന്റെ നിറകുടമായ അല്ലാഹ്, സൃഷ്ടികളുടെ വേദനകൾ കേൾക്കുന്ന അല്ലാഹ്, അലിവ് അടിമകളോട് കാണിക്കുന്ന അല്ലാഹ്, കനിവ് തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് തന്റെ ജനതയോട് കാണിക്കുന്ന കാരുണ്യവാനായ അല്ലാഹ് അവന് പുറത്തു കൊടുക്കുമെന്നതിൽ സംശയമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്കൊന്ന് ചിന്തിക്കാം. വിശുദ്ധ ഖുർആനിന്റെ അവകാശികള്, ഒന്ന് ലാലിമാണ്, അവൻ അക്രമിയാണ്. രണ്ടാമത്തേത് മിഡിൽ മധ്യനിലപാട് സ്വീകരിച്ചവനാ. മൂന്നാമത്തേത് മുൻകടന്നവനാണ്, അറിവുകളിൽ നന്മകളിൽ മുന്നേറിയവനാണ്. ഈ മൂന്ന് കൂട്ടം ആളുകളുടെ ഉദാഹരണം നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോഴേ നമ്മൾ ചിന്തിക്കൂ, നമ്മൾ ഏത് വിഭാഗത്തിലാണെന്ന്. നമ്മൾ ഏത് വിഭാഗത്തിലാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ലാലിമിന്റെ അടയാളം എന്താണ്? ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കണേ. ലാലിമിനെ ആദ്യം അല്ലാഹു പറഞ്ഞു. എന്താ കാര്യം എന്നറിയോ? ലാലിമിനെ അല്ലാഹു ആദ്യം പറയാനുള്ള കാരണം എന്താണ്? ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ലാലിമീങ്ങളാണ്. ഞാൻ അടയാളം പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും, പടച്ചോനെ ഞാൻ അതിലാണല്ലോ. അപ്പൊ അടുത്ത ആള് പറയും ഞാനും അതിലാണല്ലോ. 60% ആളുകളും ലാലിമീങ്ങളാണ്. രണ്ടാമത്തേത് മുഖ്തസിദ്. അതിന്റെ അടയാളങ്ങൾ പറയുമ്പോൾ ചിന്തിക്കും, പടച്ചവനെ നന്നേ കുറവാണല്ലോ നമ്മുടെ നാട്ടില്, നമ്മുടെ സമുദായത്തിൽ. അതൊരു 30% ഉള്ളൂ, 90 ആയില്ലേ. ഇനി മൂന്നാമതൊരു വിഭാഗമുണ്ട്, സാബിഖും ബിൽ ഖൈറാത്ത്. അത് 10% ഉള്ളൂ, വളരെ വിരളമാണ്, തുലോം തുച്ഛമാണ്. നമുക്ക് ഈ ഒരു കാറ്റഗറി അള്ളാഹു പരിചയപ്പെടുത്തിയതിന്റെ ഹിക്മത്തും അത് തന്നെയാണ്. ആദ്യം ഒത്തിരി ആളുകളുള്ള ഒരു സമൂഹത്തെ പറഞ്ഞു ലാലിം. രണ്ടാമത് മുഖ്തസിദ് എന്നാ പറഞ്ഞത്, അവര് അല്പം കുറഞ്ഞ ആളുകളാണ്. ഗ്രേഡ് കൂടുതലാണെങ്കിൽ ക്വാണ്ടിറ്റി കുറവാണ്, ക്വാളിറ്റി കൂടുതലാണ്. ക്വാണ്ടിറ്റി കുറവാണ്, ക്വാളിറ്റി കൂടുതലാണ്. മൂന്നാമത് വളരെ വളരെ കുറഞ്ഞ ഒരു വിഭാഗം ആളുകൾ, അവരുടെ ക്വാണ്ടിറ്റി ഏറ്റവും വലിയ ക്വാണ്ടിറ്റി അല്ല, ക്വാണ്ടിറ്റി വളരെ കുറവ്. അപ്പൊ നമുക്കൊന്ന് ചിന്തിക്കാം, അല്ലാഹു ലാലിമെന്ന് പറഞ്ഞവന്റെ അടയാളം എന്താണ്? അപ്പൊ നമ്മൾ ചിന്തിക്കും, പടച്ചോനെ ഇതിൽ ഞാൻ പെട്ടല്ലോ. ഞാനെന്ന് പറഞ്ഞാൽ ഒന്നാമത് ഞാനാ. നിങ്ങൾ പറയും ഉസ്താദ് വിനയം കൊണ്ട് പറയുന്നതാ. ഞാൻ ആരാന്ന് എല്ലാവരുടെ കാലം എനിക്കറിയാം, എന്നെക്കാൾ എന്റെ പടച്ചോനും അറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ വിനയത്തിനു വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വിനയ കുനീലനാകാൻ വേണ്ടിയിട്ട് പറയുന്നതൊന്നും അല്ല. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ വിഭാഗം അള്ളാഹു പരിചയപ്പെടുത്തുന്നു, ലാലിം എന്ന വിഭാഗമാണ്. അവന്റെ അടയാളം എന്തെന്നറിയോ? ഞാൻ അടയാളം പറയാം. ആ അടയാളം പറയുമ്പോ ഓരോരുത്തരും ഇടനെഞ്ചിലേക്ക് തങ്ങളുടെ ആ മസ്തിഷ്കത്തെ ഇടനെഞ്ചിലേക്കൊന്ന് ചേർത്തു വെക്കാൻ, ചിന്ത മുഴുവനും ഇടനെഞ്ചിലേക്ക് കൊണ്ടുവന്ന്, പടച്ചവനെ ഞാൻ ഈ വിഭാഗത്തിലാണല്ലോ, വിശുദ്ധ ഖുർആനിന്റെ അനന്തരാവകാശിയാണെങ്കിൽ പോലും ഞാൻ ഈ കാറ്റഗറിയിലാണല്ലോ എന്ന ഒരു ബോധം നമുക്ക് ഉണ്ടായിട്ടെന്ന് മാറാൻ നമ്മൾ തുടക്കം കുറിക്കണം. അതിന് ഈ രാത്രി കാരണമാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ. നല്ല രാത്രിയാ, വെള്ളിയാഴ്ച രാവ്, നമുക്ക് ഒത്തിരി ദ്വാരക്കാനുമുണ്ട്. എന്താണ് അടയാളം എന്നറിയോ? അള്ളാഹു പരിചയപ്പെടുത്തുകയാണ് ഒന്നാമത്തെ വിഭാഗത്തെ
വിഭാഗത്തിന്റെ അടയാളം എന്തെന്നറിയോ സഹോദരങ്ങളെ? അവരാരാണ്? അവരുടെ അടയാളം എന്താണ്? നിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാര് സ്വന്തത്തോട് നമ്മളൊന്ന് ആത്മപരിശോധന നടത്തിയിട്ട് ഒരു വിചിന്തനം നടത്തിയിട്ട് തീരുമാനമെടുക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവര് ആരാണെന്നറിയോ? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിനെ വിശദീകരിക്കുന്ന മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാ. ളാലിമുൽ ലിനഫ്സിഹി എന്ന് പറയുന്ന സ്വന്തത്തോട് ദുൽമ കാണിച്ചവൻ ആരാണെന്നറിയോ? അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളുണ്ടല്ലോ, കള്ളുകുടി അള്ളാഹു ഹറാമാക്കിയതാ, പലിശ പടച്ചവന് ഹറാമാക്കിയതാ. അങ്ങനെ അള്ളാഹു ഹറാമാക്കിയ പ്രവർത്തനങ്ങളിൽ ചില പ്രവർത്തനങ്ങൾ അവന് ചെയ്യുന്നവനാ. എല്ലാം ചെയ്യണമെന്നില്ല, ചിലതെങ്കിലും ചെയ്തിട്ടുണ്ടോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? എന്നാ നിന്റെ പേര് ലാലിം എന്നാണ്. രണ്ടാമത്തെ അടയാളം ഏതെന്നറിയോ? അള്ളാഹു നിർബന്ധമാക്കിയ അമലുകളുണ്ടല്ലോ, ആ അമലുകൾ നമസ്കാരമായാലും നോമ്പായാലും സക്കാത്തായാലും ഹജ്ജായാലും ഉംറയായാലും പാവങ്ങളെ സഹായിക്കലായാലും അള്ളാഹു നിർബന്ധമാക്കിയ കടമകളുണ്ടല്ലോ, ആ കടമകളും കടപ്പാടുകളും പൂർത്തീകരിക്കുന്നതിൽ ചിലപ്പോഴൊക്കെ നമ്മൾ വീഴ്ച വരുത്തിയവരാ. നിസ്കാരം പലപ്പോഴും നമ്മൾ ഒഴിവാക്കിയവരാ. ചിലപ്പോൾ നിസ്കാരം വളരെ കൃത്യമായി നിർവഹിക്കുന്നവരാണ്, സക്കാത്തിന്റെ വിഷയത്തിൽ അവർ വീഴ്ച വരുത്തുന്നവരാണ്. കാരണം എന്തെന്നറിയോ? സക്കാത്ത് എന്ന് പറയുന്നത് സമ്പത്ത് വിനിയോഗിക്കുന്ന കാര്യമാണല്ലോ, അതുകൊണ്ട് അതിൽ വലിയ ഒരു താല്പര്യം കാണിക്കുന്നില്ല. ചില ആളുകൾ സക്കാത്തും കൊടുക്കും, പക്ഷേ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് ഹജ്ജിന് പോകാൻ അവർക്ക് മടിയാണ്. എന്നാൽ ചില ആളുകൾ ഹജ്ജിനും പോകാൻ തയ്യാറാണ്. ആയുസിൽ ഒരിക്കലല്ലേ ഹജ്ജുള്ളൂ, ആയുസിൽ ഒരൊറ്റ വട്ടമല്ലേ ഉംറയുള്ളൂ, അതുകൊണ്ട് ഞാൻ അതും നിർവഹിക്കുന്നു. പക്ഷേ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കാൻ എന്നെ കിട്ടൂല. കാരണം കഠിനമായ ചൂടല്ലേ, ശക്തമായ ചൂടല്ലേ. ഈ ചൂട് സമയത്ത് ഞാൻ എങ്ങനെയാണ് വെള്ളം കുടിക്കാതിരിക്കുക? വിശക്കുന്ന എനിക്ക് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റുക? അതുകൊണ്ട് ഞാനിതാ നോമ്പ് വിടുകയാണെന്ന് ചിന്തിക്കുന്ന ചിലരെങ്കിലും കാണുമല്ലോ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഖുർആനിന്റെ അനന്തരാവകാശികള് ഒന്നാമത്തെ വിഭാഗമായ ലാലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വന്തത്തോട് ദുൽമ കാണിക്കുന്നവന്റെ അടയാളം എന്തെന്നറിയോ? അവന് നിർബന്ധമായ പല കാര്യങ്ങളും ഉപേക്ഷിക്കുന്നവനാ, ഹറാമായ പല കാര്യങ്ങളും തങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചവനാ. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലില്ലേ സഹോദരങ്ങള്? മദ്യപാനം ഇന്ന് വലിയ ശീലമായി കൊണ്ടിരിക്കുകയാ. മദ്യപാന പള്ളികളിലേക്ക് ഇന്ന് കടന്നുകൂടിക്കൊണ്ടിരിക്കുകയാ. പള്ളി പരിപാലിക്കുന്നവർ പോലും മദ്യപിക്കുന്ന ആളുകളുണ്ടെന്നറിയുമ്പോൾ പടച്ചവനെ, എവിടെയാ ഈ ലോകത്തിന്റെ പോക്ക്? അള്ളാന്റെ പള്ളിയുടെ പരിപാലകര്, പള്ളിയുടെ ഖാദിമീങ്ങൾ, പള്ളിയുടെ പരിപാലകര്, പള്ളിയുടെ ഇമാറത്ത് ഏറ്റെടുത്ത് നടത്തുന്ന പ്രസിഡന്റുമാര്, സെക്രട്ടറിമാര് പല സ്ഥലങ്ങളിലും മദ്യപിക്കുന്നവരാണ് എന്ന് വിവരം വരുമ്പോൾ പേടിച്ചു പോവുകയാണ് പടച്ചതമ്പുരാന്. പിന്നെ എങ്ങനെയാണ് മഴ തരിക? അള്ളാഹു എങ്ങനെയാണ് നമുക്ക് വെള്ളം തരിക? കാർമേഘത്തിൽ നിന്ന് മഴത്തുള്ളി വർഷിക്കുന്നതിന് പടച്ചവന് ചില നിബന്ധനകളില്ലേ? ആ നിബന്ധനകൾ പാലിക്കപ്പെടാതെ വരുമ്പോൾ പടച്ചവന് മഴത്തുള്ളിയെ തടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പിന്നെ എവിടെന്നാ നമുക്ക് വെള്ളം കിട്ടുക? നിങ്ങൾ ചിന്തിക്കും, ഞങ്ങൾ കടപ്പുറത്ത് താമസിക്കുന്നവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു തുള്ളി വെള്ളമെടുത്ത് നാവിലേക്ക് വെക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. ശുദ്ധമായ വെള്ളം കിട്ടിയില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് രക്ഷപ്പെടാനും ജീവിക്കാനും കഴിയുക? അതുകൊണ്ട് പടച്ചതമ്പുരാൻ നമ്മളെ പരീക്ഷിക്കുന്നതില് നമ്മളെപ്പോഴും പരാതിയും പരിഭവവും പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എത്ര മോശമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ അള്ളാന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ മടി കാണിക്കുന്ന പെണ്ണേ, വീടിന്റെ ഉള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പോലും പരസ്യമായി ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയുന്ന ബിഗ് ബോസ് പോലുള്ള പരിപാടികളുടെ മുമ്പിൽ എഴുത്തിക്കാഫിന്റെ നീയത്തോടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളോട് പറയാനുള്ളത്, അകത്തളങ്ങളിൽ പറയേണ്ട രഹസ്യങ്ങൾ പോലും പരസ്യമായി വിളിച്ചു പറഞ്ഞിട്ട് കുടുംബത്തോടൊപ്പം ഇരുന്ന് കാണുന്ന സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും പുരുഷന്മാരുടെയും ഇടയിൽ അശ്ലീലം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചാനൽ സംവിധാനങ്ങളിലേക്ക് മുസ്ലിം പെണ്ണ് കടന്നു പോകുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട്, ഈ ഒരു പേര് പറഞ്ഞതിന്റെ പേരിൽ തന്നെ ഞാൻ അപഹാസ്യനായി മാറാ. എനിക്ക് ആക്ഷേപത്തിന്റെ ശരവർഷങ്ങൾ വന്നേക്കാ. പക്ഷേ ഞാൻ അറിയാതെ പറഞ്ഞു പോയതല്ല, ആവർത്തിച്ച് പറയുകയാണ്. മുസ്ലിം പെണ്ണെ, ബിഗ് ബോസ് പോലുള്ള പരിപാടികളിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ വിട്ടു നിൽക്കേണ്ട കാലമാണ്. അടുക്കളയിലും അതുപോലെ തന്നെ സ്വകാര്യ
സ്വകാര്യ റൂമുകളിലും ബെഡ്റൂമുകളിലും അകത്തളങ്ങളിലും ബെഡ്റൂമിന്റെ ഉള്ളിലും പറയേണ്ട ചെയ്യേണ്ട കാര്യങ്ങള് പരസ്യമായിട്ട് പറയുകയും ചെയ്യുന്ന സംവിധാനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കുടുംബത്തിലെ പൊന്നുമക്കളോടൊപ്പം ചെന്നിരുന്ന് കാണുമ്പോൾ ആ മക്കൾക്ക് നിങ്ങൾ കുത്തി നിറച്ചു കൊടുക്കുന്ന അശ്ലീലതയുടെ വിഷവിത്താണ്. നിങ്ങളത് മറന്നു പോകരുതെന്ന് ഞാൻ കൃത്യമായി എന്റെ പ്രിയപ്പെട്ടവരെ അടിവരയിട്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ യാതൊരു തടസ്സവുമില്ല, മടിയുമില്ല. പക്ഷേ മഗ്‌രിബിന്റെ ബാങ്ക് കേൾക്കുമ്പോൾ നിസ്കാരത്തിന് നമുക്ക് തടസ്സമാണ്. ഇശാക്ക് ബാങ്ക് കേൾക്കുമ്പോൾ നിസ്കരിക്കാൻ നമുക്ക് മടിയാണ്. ഇങ്ങനെ അല്ലാഹു നിർബന്ധമാക്കിയ ഫർളായ അമലുകളിൽ പലതും നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ, ഹറാമാക്കിയ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹ് പറയുകയാണ്, ഖുർആനിന്റെ അവകാശിയായ നിന്റെ പേര് തെമ്മാടി എന്ന് തന്നെയാണ്. സ്വന്തത്തോട് നുൽമ കാണിച്ചവൻ. ഇതെന്താ അല്ലാഹ് പറഞ്ഞത്? പടച്ചോൻ എന്തെങ്കിലും നഷ്ടമുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കോവിഡ് 2019 വന്ന് 2021 വരെ വല്ലാതെ പിടിമുറുക്കി. അവസാനം വാക്സിൻ എടുത്ത് 1ഉം 2ഉം എടുത്ത് വേണമെങ്കിൽ ബാക്കി ഉള്ളം കയ്യിൽ ഒഴിച്ച് അതും കൂടെ കുടിച്ചോളാന്ന് പറഞ്ഞ് ഈ അസുഖം മാറിയാ മതി എന്ന് പറഞ്ഞ് നമ്മൾ പുറത്തിറങ്ങാതെ നമ്മൾ ആകെ വീടിന്റെ ഉള്ളറകളിൽ ഒതുങ്ങിക്കഴിയാൻ തുടങ്ങി. അവസാനം വാക്സിൻ എടുക്കാത്തവര് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി, വാക്സിൻ എടുത്തില്ലെങ്കിൽ നീ കല്യാണത്തിന് വരണ്ട, വാക്സിൻ എടുക്കാത്തവന് ഒരിക്കലും കല്യാണത്തിന് വരണ്ട, മരണത്തിന് വരണ്ട എന്ന് പറഞ്ഞ് ഇപ്പൊ വാക്സിൻ എടുത്തപ്പോൾ വാക്സിന്റെ ആളുകൾ തന്നെ പറയുന്നു, നിങ്ങൾ അറ്റാക്ക് വന്ന് മരിച്ചുപോയാൽ ഞങ്ങൾ കുറ്റക്കാരല്ല, നിങ്ങൾക്ക് എന്ത് അസുഖം വന്നാലും ഞങ്ങൾ കുറ്റക്കാരല്ല. നിങ്ങൾ സോഷ്യൽ മീഡിയ എപ്പോഴും കാണുന്നവരാണ്. പത്രം അതിപ്പോ ഒരു കോണിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം പത്രത്തിലെ അറിവ് പിറ്റേന്ന് രാവിലെ അറിയുള്ളൂ, പത്രത്തിലെ വിവരങ്ങൾ പിറ്റേന്ന് രാവിലെ അറിയുള്ളൂ. ഇപ്പൊ നടക്കുന്ന കാര്യം ആ സെക്കൻഡിൽ അറിയുന്ന സംവിധാനം സോഷ്യൽ മീഡിയ. ആ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ നോക്ക്, മരണപ്പെട്ടവരുടെ ചിത്രങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ ഞാൻ അടിവരയിട്ട് പറയുന്നു, 60 വയസ്സിന് മുകളിലോട്ടുള്ള ആളുകൾ മരിക്കുന്നത് വളരെ വളരെ കുറവാണ്. എല്ലാം 50-ന് താഴെ 30-ന് മുകളിൽ പ്രായമുള്ള ചെറുപ്പക്കാരാണ്, യുവാക്കളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തൊട്ട് അടുത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് പരിചയമുള്ള എത്രയോ സ്ഥലങ്ങളിൽ എത്രയോ ചെറുപ്പക്കാരും മരിച്ചിരിക്കുന്നു, വിദേശത്ത് മരിക്കുന്നു. വേറെ ഒരു രോഗവും ഇല്ല. ഹാർട്ട് സംബന്ധമായ അസുഖത്തിന്റെ മരുന്ന് കഴിക്കുന്നവരല്ല, ഷുഗർ സംബന്ധമായ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നവരല്ല, കൊളസ്ട്രോളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗങ്ങൾ ഒരിക്കലും രേഖപ്പെടുത്തപ്പെട്ടവരല്ല. പെട്ടെന്ന് നിൽക്കുന്നു, കുഴഞ്ഞു വീഴുന്നു, കൊണ്ടുപോകുമ്പോ സൈലന്റ് അറ്റാക്ക് ആണ്, അയാൾ മരിച്ചിരിക്കുന്നു. കൊളസ്ട്രോൾ തീരെ ഇല്ലാത്ത ആളുകളാണ്. പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. നമ്മളെ അവസ്ഥയൊക്കെ അങ്ങനെയാകും. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ, കുറെ നാളുകൾ ജീവിച്ചിരിക്കാൻ, ആ നാൾ അത്രയും അള്ളാഹുവിന് വേണ്ടി വഴിപ്പെടാൻ, അവന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലാലിമുല്ലി നഫ്സിഹി എന്ന് പറഞ്ഞാൽ സ്വന്തത്തോട് ദുൽമ കാണിക്കുന്നവനാണ്. 2019 മുതൽ 2021 ഈ കാലങ്ങളിൽ കോവിഡ് രൂക്ഷമായി നിൽക്കുന്ന സമയത്ത് പള്ളികൾ അടച്ചിട്ടു, മദ്രസകൾ പൂട്ടി, യതീംഖാനകൾ പൂട്ടി, ബനാത്തുകൾ പൂട്ടി, റൗള ഷരീഫ് വിലക്കേർപ്പെടുത്തി, പരിശുദ്ധ ഹറമിന്റെ മത്താഫ് അടച്ചിട്ടു. ഇതൊക്കെ നടന്നല്ലോ. അള്ളാഹ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു? പള്ളികളിലെ നിസ്കാരമില്ല, തറാവീഹില്ല, പെരുന്നാളില്ല. അള്ളാഹ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. കാരണം എന്താ? നമ്മളെല്ലാരും കൂടെ അങ്ങ് നിസ്കാരം ഒഴിവാക്കി. നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു തീരുമാനം വന്നതിരിക്കട്ടെ, ഇനി നിസ്കാരവും വേണ്ട, പള്ളിയും വേണ്ട, പള്ളിക്കൂടവും വേണ്ട, സ്കൂളും വേണ്ട, ഒന്നും വേണ്ട. വിവരമുള്ളവരല്ലെങ്കിലും പലർക്കും പേടിയാ, വിവരമുള്ളവരെ പലർക്കും പേടിയാണ്. അങ്ങനെ നിസ്കാരവും നോമ്പും ഒക്കെ മാറ്റിവെച്ചു, പേരുകളൊക്കെ മാറ്റി. സുൽത്താൻ ബത്തേരി വേറെ
പേരിട്ടു, അതുപോലെ തന്നെ തിരൂര് വേറെ പേരിട്ടു, താനൂരിന് വേറെ പേരിട്ടു, മലപ്പുറത്തിന് വേറെ പേര് കൊടുത്തു. അങ്ങനെയൊക്കെ പല പേരുകൾ ഇസ്ലാമിന്റെ ചൊവ്വയുള്ള എല്ലാം അങ്ങ് മാറ്റി, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട സർവ്വതും അങ്ങ് മാറ്റി. പൊന്നാനി പള്ളിയിൽ ആശങ്ക പ്രകടിപ്പിച്ചു, മമ്പ്രം പള്ളിയിൽ സംശയം പ്രകടിപ്പിച്ചു, തിരുരങ്ങാടി പള്ളിയിൽ ആശങ്ക പങ്കുവച്ചു, വെളിയങ്കോട് പള്ളി ഞങ്ങളുടേതാന്ന് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞു. ഈ നാട്ടിൽ ഈ രാജ്യത്ത് ഒരു നിസ്കാരവും വേണ്ട, അത് ഏറ്റുപിടിച്ച് ലോകരാജ്യങ്ങൾ മുഴുവനും സമ്മതിച്ചു. ഇനി നിസ്കരിക്കുന്നവരൊക്കെ വെടിവെച്ചു കൊല്ലണമെന്ന് തീരുമാനമെടുത്തു. അങ്ങനെ ഈ ലോകത്ത് സുജൂദ് ചെയ്യാൻ ഒരാളും ഉണ്ടായില്ല. മദ്രസ എന്ന് പറയുന്ന ഒന്നുമില്ല. ഖുർആനൊക്കെ അങ്ങോട്ട് കരിച്ചു കളഞ്ഞു. എല്ലാ ഇസ്ലാമിന്റെ ചൈതന്യം അങ്ങോട്ട് പ്രഭയും മങ്ങിപ്പോയാലും എന്റെ പടച്ചോന് ഒന്നും സംഭവിക്കാനില്ല. അള്ളാഹ്ക്ക് ഒന്നും സംഭവിക്കാനില്ല. ഇത് തിരിച്ചു ചിന്തിച്ചേ. കാറ്റ് മാറി വീശി, കാറ്റ് മാറി വീശി, ലോകത്ത് തകർക്കപ്പെട്ട പള്ളികളെല്ലാം തിരിച്ചു വന്നു. ഫലസ്തീൻ ഇസ്രയേലിന്റെ കയ്യിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് തിരിച്ചു കിട്ടി. പ്രിയപ്പെട്ടവരെ, ബാബരി മസ്ജിദ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അവിടെ തന്നെ പണി കഴിപ്പിക്കപ്പെട്ടു. അതുപോലെ തന്നെ നമ്മുടെ പള്ളികളിൽ അവകാശം പറഞ്ഞു വരാൻ ഒരു വർഗീയവാദികളും ഉണ്ടായില്ല. എല്ലാ സ്ഥലങ്ങളിലും പള്ളികളിലും ദുആകൾ നടക്കാൻ തുടങ്ങി. മദ്രസകളിൽ മജ്ലിസുന്നൂറുകൾ നടക്കാൻ തുടങ്ങി. എല്ലാ സ്ഥലത്തും സ്വലാത്ത് മജ്ലിസുകളാണ്, ദിക്ർ ഹൽഖകളാണ്. എവിടെയും നോമ്പാണ്, എവിടെയും ഇബാദത്താണ്, എവിടെയും ഉറൂസാണ്, എവിടെയും മൗലിദാണ്, എവിടെയും ദിക്റിനോട് ദിക്റാണ്, എവിടെയും മുഴങ്ങി കേൾക്കുന്നത് പടച്ചവന്റെ തക്ബീറാ. അങ്ങനെയാണെങ്കിൽ ഒരു നിമിഷം ചിന്തിച്ചു നോക്കണേ പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ സ്ഥാനമാനങ്ങൾക്ക് എന്തെങ്കിലും ഉയർച്ചയുണ്ടോ? ഇല്ല, ഇല്ല. അള്ളാഹുവിന്റെ കിബിരിയാ ഇനി യാതൊരു ഉയർച്ചയുമില്ല. അള്ളാഹുവിന് വളർച്ചയില്ല, പടച്ചവന്റെ ഉയർച്ചയുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം അടിമകളായ നമുക്കാ. അതുകൊണ്ടാ നമസ്കരിച്ചില്ലെങ്കിൽ ആർക്കാണ് കുറ്റം? നിനക്ക് തന്നെയാ. നിസ്കരിച്ചില്ലെന്ന് കരുതിയിട്ട് റബ്ബിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നോമ്പ് പിടിച്ചില്ലെന്ന് കരുതിയിട്ട് എന്റെ പടച്ചോന് ഒന്നും സംഭവിക്കുന്നില്ല. എനിക്കാ ദോഷമുള്ളത്. അതാണ് അല്ലാഹ് പറഞ്ഞത്, ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി. കള്ളു കുടിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കാണ് കേട്. അത് കരളടിച്ചു പോകുമെന്ന കേടല്ല. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിങ്ങളെ വിളിച്ചു കൊണ്ടുവരുമ്പോ എനിക്കും നിങ്ങൾക്കും ആകെ പ്രതീക്ഷ നമ്മുടെ കാരുണ്യത്തിന്റെ നായകൻ, അജയ്യനായ അമരക്കാരൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധമായ ഖബർ, പരിശുദ്ധമായ സ്വർഗ്ഗത്തിൽ വെച്ച് മഹ്ശറയിൽ വെച്ച് കാണാമെന്നല്ലോ. പക്ഷേ കള്ളു കുടിച്ചവര് കടപ്പുറത്ത് അറബിക്കടലിന്റെ തിരമാലകൾ അലതല്ലുമ്പോൾ കരയോട് മുത്തം കൊടുത്ത് കടലിന്റെ തിരമാലകൾ, പർവ്വത സമാനമായ തിരമാലകൾ തിരിച്ചു പോകുമ്പോ കള്ളുകുപ്പി പൊട്ടിച്ചിട്ട് കള്ളു കുടിക്കുന്നവരെ അല്ലാഹുവിന് യാതൊരു നഷ്ടവുമില്ല. നിന്റെ കരളും കൂമ്പും വാടും എന്നത് ശാരീരികമാണ്. പക്ഷേ നിനക്ക് അല്ലാഹു തരുന്ന ഏറ്റവും വലിയ ശിക്ഷ നരകത്തിന്റെ ശിക്ഷയല്ല. നിനക്കല്ല തരുന്നത് നീ കുടിച്ച കള്ളുകുപ്പികൾ നിന്റെ തോളപ്പ് കഴുത്തിൽ തൂക്കിയിട്ട് അല്ലാഹു നിന്റെ കണ്ണുകളെ നീല കണ്ണുകളാക്കി, നിന്റെ നാവ് താഴേക്ക് പേയ് പിടിച്ച നായ്ക്കളെ പോലെ നീണ്ടിറങ്ങി നിന്റെ നാവിലൂടെ ഉമിനീരിത്തിട്ട് വീഴുമ്പോ നരകത്തിലുള്ള ആളുകൾ പോലെ ദുർഗന്ധം വമിക്കുന്നു എന്ന് പറഞ്ഞ് മൂക്ക് പൊത്തിപ്പോകുന്ന നിലയിൽ അല്ലാഹ് നിന്നെ പരീക്ഷിക്കുമെന്ന് റസൂൽ പഠിപ്പിച്ചല്ലോ. തീരത്തുൽ ഖബാലിൽ നിന്ന് നിന്നെ കുടിപ്പിക്കുമെന്ന് പറഞ്ഞല്ലോ. വ്യഭിചാരിണികളായ സ്ത്രീകളുടെ രഹസ്യ അവയവത്തിൽ നിന്ന് നാളെ നരകത്തിൽ ഒലിച്ചിറങ്ങുന്ന ദ്രാവകം പോലെ നിന്നെ കുടിപ്പിക്കുമെന്ന് പഠിപ്പിച്ചില്ലേ മദ്യപാനിയായ ചെറുപ്പക്കാരാ? ഇതെല്ലാം നിനക്കല്ല തരുന്ന ശിക്ഷയാണ്. പക്ഷേ പൊന്നുമോനെ, ഇതിനേക്കാൾ അപ്പുറത്ത് ഒരു ശിക്ഷ നിനക്കല്ല തരുന്നുണ്ട്. ആ ശിക്ഷ ഏതാണ്? മനുഷ്യരിബ ഖംറൻ മുസ്കിറൻ മുസ്തഹില്ലൻ ബഅദ തഹരീമിഹി വലം യതുബ് വലം യൻസ ഫലൈസ മിന്നി വലാ അന മിൻഹു യൗമൽ ഖിയാമ. ആരെങ്കിലും അറിഞ്ഞു വെച്ച് ഒരു തുള്ളി മദ്യം കുടിച്ചാൽ എന്റെ പ്രിയപ്പെട്ട കടപ്പുറത്തെ സമൂഹമേ, ആരെങ്കിലും ഒരു തുള്ളി മദ്യം കുടിക്കുന്ന പക്ഷം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒരു ചാൺ മുകളിൽ കത്തിജ്വലിച്ചിരിക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പുത്തറ താപം കൊണ്ട് വിറയ്ക്കുന്ന മഹിഷറ, ആ മഹിഷറ വൻസഭയില് വലൈസ മിന്നി വലാ അന മിൻഹു യൗമൽ ഖിയാമ. ഞാൻ അവനിൽ പെട്ടവനല്ല, അവൻ എന്നിൽ പെട്ടവനല്ല. ഞാനും അവനും തമ്മിൽ
യാതൊരു ബന്ധവുമില്ല. ഇതാരാണ് പറയുന്നത് എന്റെ സഹോദര? ഇതാരാണ് പറയുന്നത്? ഏത് തെമ്മാടിയെയും കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന നമ്മുടെ നായകൻ, ലോകത്തിന്റെ നായകൻ ഷാഫിആയ നബിയേ മുഹമ്മദ് മുസ്തഫ അവിടുന്ന് പറയുന്നു, ഞാൻ ഇവനെ മൈൻഡ് ചെയ്യില്ല, ഇവനുമായിട്ട് ഞാനൊരു ബന്ധമില്ല. ആ നിലയിൽ അല്ലാഹു നിന്നെ പരീക്ഷിക്കുമല്ലോ ചെറുപ്പക്കാരാ. ഇത് നിനക്കല്ലേ ദോഷം? അല്ലാഹുക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ? പലിശ വാങ്ങുന്നവൻ സമുദായത്തിൽ കൂടിക്കൊണ്ടിരിക്കാൻ, പലിശക്കാരൻ സമുദായത്തിൽ കൂടിക്കൊണ്ടിരിക്കാൻ. ഹാജിയാക്കന്മാരെല്ലാം അതിൽ നിന്ന് ഒഴിവല്ല, തൊപ്പി വെച്ചത് എല്ലാവരും അതിൽ നിന്ന് ഒഴിവല്ല. മുസ്ലിയാക്കന്മാരിൽ പലരും പലിശയ്ക്ക് കൊടുക്കുന്നുണ്ട്. മുസ്ലിയാക്കന്മാരും പറഞ്ഞാൽ എന്താ സംഭവിക്കുക? മൂക്കി കയറ്റിക്കളയും. മൂക്കി കയറ്റിയാൽ വലിച്ച കയറുന്ന അത്രയും വലിയ മൂക്കാർക്കുള്ളത്. പലിശയ്ക്ക് കൊടുക്കുന്ന മൊയ്ലിയാക്കന്മാരുണ്ട്. നിങ്ങൾ നാളെ പറയണ്ട ഞാൻ മൊയ്ലിയാക്കന്മാരെ അധിക്ഷേപിച്ചു എന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകൾ, അത് മൊയ്ലിയാരായാലും ശരി, ഖാളിയായാലും ശരി, അത് ഖതീബായാലും ശരി, മുദരിസായാലും ശരി, പ്രഭാഷകനായാലും ശരി, അത് ഹാജിയാരായാലും ശരി, അത് പള്ളിക്കമ്മറ്റിക്കാരനായാലും ശരി, പലിശക്കാരന്റെ അവസ്ഥ അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചത് എന്താണ്? പലിശക്കാരന് നമ്മൾ കൊടുക്കുന്ന മിതപ്പലിശ, അമിത പലിശ, വട്ടിപ്പലിശ, ബ്ലേഡ് പലിശ, ആ പലിശ, ഈ പലിശ, എന്നാ പലിശയ്ക്ക് നമ്മൾ കൊടുക്കുന്ന പേരുകളൊക്കെ അവിടെ നിൽക്കട്ടെ. അള്ളാന്റെ റസൂല് പറഞ്ഞു 73 പാർട്ടാണ് പലിശ. 73 പാർട്ട് പഠിച്ചു വെച്ചോ. 1000 കൊണ്ട് 1000 രൂപ ആണല്ലോ, തരാം 1000 രൂപ, ബിസ്മില്ലാ ഇരിക്കട്ടെ. തിരിച്ച് നല്ലപോലെ കാണണം. എന്നിട്ട് കൊണ്ട് കൊടുക്കും 1100 വാങ്ങുന്നവൻ. നമ്മൾ പറയും ഈ 1000 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് എന്തെല്ലാം ചെയ്യാൻ, ഞാൻ അതിന്റെ ഒരു ലാഭവിഹിതമല്ലേ വാങ്ങുന്നുള്ളൂ. എന്തൊക്കെ മനോഹരമായ പേരുകളാണ്. നമുക്ക് തോന്നിയതുപോലെ ഉണ്ടാക്കാൻ പറ്റിയതല്ലല്ലോ പരിശുദ്ധ ഇസ്ലാം. അല്ലാഹു തആല വരച്ച് കാണിച്ചത് പേനയെടുത്തു, ഏടുണങ്ങി. ഇനി അതിൽ കൈകടത്തലുകൾക്ക് ഒരിക്കലും സാധ്യമല്ലല്ലോ. പലിശ വാങ്ങുന്ന ഒരുത്തൻ അല്ലാഹു തആല പറയുന്നു 73 ശാഖകളാണ് പലിശക്കുള്ളത്. 73ാമത്തെ ഏറ്റവും താഴെ തട്ടിലുള്ള ശാഖയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താണെന്നറിയോ? ഒന്നാമത്തത് അവിടെ നിൽക്കട്ടെ. 2 മുതൽ 72 വരെയുള്ള ശിക്ഷകൾ അവിടെ നിൽക്കട്ടെ. അതൊക്കെ ക്രൂരമാണ്, കഠിനമാണ്. 73ാമത്തെ ഭാഗം ശാഖയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ മിസ്ലു അൻ യൻകിഹ റജുലു ഉമ്മ. അതാണ് ശിക്ഷ. എന്താ അർത്ഥം? മിസ്ലു അൻ യൻകിഹ റജുലു ഉമ്മ. ഇത് കേട്ടിട്ടെങ്കിലും പലിശയുമായി ബന്ധപ്പെടുന്നവർ നിർത്തിക്കൊള്ളു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മിസ്ലു അൻ യൻകിഹ റജുലു ഉമ്മ. സ്വന്തം മാതാവിനെ ശാരീരികമായി ഉപദ്രവിക്കുന്ന, സ്വന്തം മാതാവിനെ ശാരീരികമായി ഉപയോഗിക്കുന്ന മകന് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയാണ് എന്ന് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ അവിടെ പരിസാലത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പലിശ വാങ്ങി എന്ന് കരുതിയിട്ട് പടച്ചോനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ലാലിമുൽ ലിനഫ്സിഹി. നിനക്കാണ് അതിന്റെ കേട്, നിനക്കാണ് അതിന്റെ കേട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരു വഖത്ത് നിസ്കാരം ഖലാക്കുന്നവൻ, ഒരു നോമ്പ് വിടുന്നവൻ, ഹജ്ജിന് സാമ്പത്തിക ശേഷി ഉണ്ടായിട്ട് പോകാതിരിക്കുന്നവൻ, സമ്പത്ത് കോടിക്കണക്കിന് ഉണ്ടായിട്ട് പാവപ്പെട്ടവന് ചട്ടക്കൂടയിൽ, ആ ചട്ടക്കൂടയിൽ പട്ടിണി കിടക്കുമ്പോൾ സക്കാത്ത് വാങ്ങാൻ അർഹനാണെന്നറിഞ്ഞിട്ടും വയറ് നിറച്ചിട്ട് മൃഷ്ടാന്ന ഭോജനം നടത്തി തന്റെ പ്രിയപ്പെട്ട പെൺമക്കളുടെ കല്യാണത്തിന് 50 ലക്ഷത്തിന്റെ വലിയ വലിയ പന്തലിട്ട് 100 പവനും 200 പവനും 5 കിലോയും 10 കിലോയും സ്വർണ്ണാഭരണം ധരിപ്പിച്ച് എന്റെ പ്രിയപ്പെട്ട മകളെ കല്യാണത്തിന്റെ പന്തലിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്ന വലിയ വലിയ ദാടിയുള്ള നിസ്കാരത്തടമ്പുള്ള മുസ്ലിമേ, നിനക്കാണ് കേട്, അള്ളാഹുവിനൊന്നും സംഭവിക്കാനില്ല. അതുകൊണ്ട് ലാലിമീങ്ങൾ എന്ന് പറയുന്ന വിഭാഗം നിർബന്ധമായതിൽ പലതും ഉപേക്ഷിക്കും, ഹറാമായ പലതും ചെയ്യും. അവനാണ് അവൻ ഖുർആന്റെ ആളല്ല എന്ന് പറയാൻ പറ്റൂല, ഖുർആന്റെ ആളാ. പക്ഷെ ഒന്നാമത്തെ വിഭാഗം ആളാണ് ലാലിമുൽ ലിനഫ്സിഹി എന്ന ആ വിഭാഗത്തിൽപ്പെട്ടവനാണ്. ഇവന് നാളെ പരലോകത്ത് നേരിടുന്ന അവസ്ഥ എന്താണെന്നറിയോ? ഞാൻ ചുരുക്കി പറയാൻ, ഇവൻ പരലോകത്ത് നേരിടുന്നത് മഹാന്മാര് പറയുകയാണ്, വഹും യുഹാസബൂന ഫീ തൂലിൽ ഹശ്രി.
നാളെ പരലോകത്തിയവന് നീണ്ട കാലത്തോളം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ആ കോടതിയിൽ നിൽക്കേണ്ടി വരുന്നതാണ്. പടച്ചവന്റെ കോടതിയിൽ നിൽക്കേണ്ടി വരുന്നവനാണ്. അള്ളാന്റെ കോടതിയിൽ അവന് നിൽക്കേണ്ടി വരും. എത്ര കാലമെന്നറിയോ? ഫീ തോലിൽ ഹശ്രി, അവന് ദീർഘനാള് മഹ്ശറയിൽ നിൽക്കേണ്ടി വരുന്നതാ. ഇന്നത്തെ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇന്ന് പാലക്കാട് ജില്ലയിലെ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഉസ്താദ്, ഞങ്ങളുടെ നാട്ടിൽ അറിയല്ലോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ളത് പാലക്കാട് ജില്ലയിലാ. രണ്ടാമത് ഏറ്റവും കൂടുതൽ ചൂടുള്ള പ്രദേശം കൊല്ലം ജില്ലയിലെ പുനലൂരിലാണ്. പാലക്കാട് ജില്ലക്കാരനായ സഹോദരൻ വൈകുന്നേരം എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞത്, ഞങ്ങളുടെ നാട്ടിലെ ഡിഗ്രി 45 കഴിഞ്ഞിരിക്കുകയാണ്. ചൂട് 45 ഡിഗ്രി കഴിഞ്ഞിരിക്കുന്നു. ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. വിയർത്തൊലിക്കുകയാണ്. ശരീരം വല്ലാത്തൊരു പുഴുങ്ങലാണ്. നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ചൂട് കഠിനമാണ്. എന്റെ പ്രിയമുള്ളവരെ, നാളെ മഹ്ശറ എന്ന് പറയുന്നത് നിസാരമല്ല. നോക്കണേ പ്രിയപ്പെട്ടവരെ, ഇതൊരു ചാണാണ്, ഇതൊരു അടിയാണ്, ഇതൊരു മുഴമാണ്. എല്ലാവർക്കും അറിയുമല്ലോ സഹോദര, ഒരു ചാൻ മുകളിൽ സൂര്യൻ അതിന്റെ താപം വിസർജിക്കുകയാണ്. ഒരു ചാൻ മുകളിൽ എന്ന് പറഞ്ഞാൽ അവന്റെ തള്ളവിരൽ തലയിൽ വെച്ചിട്ട് അവന്റെ ചെറുവിരൽ എവിടെയാണോ എത്തുന്നത് ആ സ്ഥലത്ത് സൂര്യനതാ താപം വിസർജിക്കുകയാ. അടിയിൽ ഇതുപോലുള്ള മണലല്ല, അടിയിൽ കാർപ്പറ്റല്ല, വെള്ളമല്ല. പ്രിയപ്പെട്ടവരെ, അടിയിലെ ടാറല്ല, പിന്നെയോ ചെമ്പുത്തറയാണ്. അല്ലാ, അങ്ങനത്തെ മഹ്ശറയിൽ നമ്മൾ നിൽക്കേണ്ടി വരും. എത്ര കാലമാണ്? ഫീ തോലിൽ ഹശ്രി, ദീർഘനാൾ നമ്മൾ മഹ്ശറയിൽ നിൽക്കേണ്ടി വരും. അല്ലാഹു എല്ലാ വിചാരണയും നടത്തിയിട്ട് നമ്മളെ അവസാനം, പ്രിയപ്പെട്ടവരെ, കെലിമയുടെ ആളുകളല്ലേ, ഒരുപക്ഷെ നരകത്തിലെങ്ങാനും ഇടേണ്ടി വന്നാൽ ഇട്ട് അവിടെ നിന്ന് നമ്മളെ കഴുകി ശുദ്ധിയാക്കി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. എന്നായാല് കെലിമ പറഞ്ഞവനെ, നിനക്ക് സ്വർഗമാണ്. അങ്ങനെയുള്ള ആളുകളാണ് സ്വർഗത്തിലെത്തിയിട്ട് പറയുന്നത്, അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസന ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശകൂർ അല്ലദീ ഹല്ലനാ ദാറൽ മുഖാമ മിൻ ഫളിഹി ലാ യമസ്സുനാ ഫിഹാ ലുഗൂബ് ഫിഹാ നസബുൻ വലാ യമസ്സുനാ ഫിഹാ ലുഗൂബ്. സൂറത്തുൽ ഫാത്തിറിൽ അല്ലാഹ് പറയുകയാണ്, ശബ്ദകോലാഹലങ്ങളില്ലാത്ത, ഒറ്റുകൊടുപ്പും പാരവെപ്പുമില്ലാത്ത, അകറ്റി നിർത്തലും പാരവെപ്പുമില്ലാത്ത ഈ സ്വർഗത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിച്ച അല്ലാഹ് എപ്പോഴാണ്? പടച്ചതമ്പുരാനെ, ഒരുപാട് പ്രയാസങ്ങൾ മാറ്റിയിട്ടാ സ്വർഗത്തിൽ ഞങ്ങളെ കൊണ്ടുവന്നത്. ആ പ്രയാസം ഏതാണ്? മഹ്ശറയിൽ നിൽക്കുന്ന നൃത്തമാണ്. ചെയ്തു പോയ അപരാധങ്ങളുടെ പേരിൽ നരകത്തിൽ കിടന്ന നരകത്തിന്റെ ശിക്ഷയാണ്. അല്ലാഹുവേ, ഈ സദസ്സിലിരിക്കുന്ന ഞങ്ങളോട് ബന്ധപ്പെട്ടവരെ, ഈ പ്രസംഗം ഇവിടെ നിന്ന് കേൾക്കുന്നവരെ, ലൈവിലൂടെ കാണുന്നവരെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികളെ, മുസ്ലിം ഉമ്മത്തിനെ ളാലിമീങ്ങളിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ഒന്നാമത്തെ വിഭാഗം, അവരും ഖുർആന്റെ ആളുകളാണ്. പക്ഷെ അവര് ഈ പറയുന്ന രീതിയിൽ ചില ഹറാമ് ചെയ്യും, ചില ഫർള് ഉപേക്ഷിക്കും. അവര് മഹ്ശറയിൽ കുറെ നാൾ നിൽക്കേണ്ടി വരും. അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. ഇനി രണ്ടാമത്തെ വിഭാഗം അല്ലാഹു പരിചയപ്പെടുത്തുന്നത് മധ്യ നിലപാട് സ്വീകരിച്ചവർ, മിഡിൽ ലെവലിലുള്ള ആളുകൾ, മുഖത്തസിദീങ്ങൾ. ഞാൻ പറയുന്നു 30% ആളുകൾ അതിലുള്ളതാണ്.